അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും കേരളം UDF പിടിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സാധ്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഇത് സാധ്യമാകുമോ? എന്തുകൊണ്ടാണ് സാധ്യമല്ലാതിരിക്കുക? കോൺഗ്രസ് പോലെ ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് ഒപ്പം നിൽക്കുന്ന UDF മുന്നണിക്ക് അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? പ്രത്യേകിച്ച് 10 വർഷം നീണ്ട ഇടത് ഭരണം, ഒരു തുടർ ഭരണം കിട്ടിയ അഹങ്കാരത്തിൽ പിണറായി വിജയനും സഖ്യവും കാണിച്ചു കൂട്ടുന്ന ഓരോ കഥകളും ഓരോ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാണിക്കുന്ന നെറുകെട്ട പണികൾക്ക് മുഴുവൻ ജനരോഷമുയരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് UDF അല്ലാതെ ഇവിടെ ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്? BJP ആണോ? NDA ആണോ? അല്ല, ഒരിക്കലും അല്ല. നോക്കൂ, UDFിനുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങളൊക്കെ മാറ്റി UDF വളരെ സജീവമായി സമരമുഖങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസ സംരക്ഷണ യാത്ര നടക്കുകയാണ്. വിശ്വാസ സംരക്ഷണ യാത്ര വിവിധ സ്ഥലങ്ങളിൽ തുടങ്ങി നാളെ അത് ചെങ്ങന്നൂരിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് പന്തളത്തേക്ക് കാൽനടയായി പോവുകയാണ്. നോക്കൂ, ഇതൊരു വലിയ വലിയ മൂവ്മെന്റ് തുടക്കമാണ്. ഒരറ്റത്ത് അടൂർ പ്രകാശും, മറ്റൊരിടത്ത് കൊടിക്കുന്നിൽ സുരേഷും, മറ്റൊരിടത്ത് ബെന്നി ബെഹന്നാനും, അതിനപ്പുറത്ത് കെ മുരളീധരന്റെ നേതൃത്വം കൊടുക്കുന്ന 4 ജാഥകളാണ് നാളെ ചെങ്ങന്നൂരിൽ എത്തിച്ചേരുന്നത്. അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ചതാണ്. അതായത് ഈ BJP ഈ പമ്പയിൽ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്തൊരു പരിപാടി നടത്തി. അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ വർഗീയത കുത്തിയിറക്കാൻ മാത്രമാണ് സാധിച്ചത്. അയ്യപ്പ സംഗമത്തിലൂടെ സാധിച്ചത് വലിയൊരു കൊള്ള, ഒരു കടൽ കൊള്ളയുടെ, ഒരു സ്വർണ്ണ വേട്ടയുടെ കഥ പുറത്തു കൊണ്ടുവന്നു. ഉണ്ണിത്തിരുമേനി ഈ പറയപ്പെടുന്ന ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കസ്റ്റഡിയിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പറയുമ്പോഴും ഇയാൾ ഈ കൊണ്ടുപോയ സ്വർണം ആർക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്തോ, ഉണ്ടെങ്കിൽ ഉള്ളവന്മാരൊക്കെ രക്ഷപ്പെട്ടെന്ന് 95,000 രൂപ, 1,00,000 രൂപ കണ്ട് ഒരു പവന്റെ പുറത്ത് വിലയായി നിൽക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയത്തിലേക്ക് വന്ന പലചരക്കടയിൽ പോയി അരിയും വെളിച്ചെണ്ണയും വാങ്ങുന്ന ഒരാൾ ഇടതുപക്ഷ സർക്കാരിന് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വോട്ട് ചെയ്യും അമിതമായി. എന്റെ പാർട്ടിയിലെ തമ്പ്രാക്കന്മാർ എന്ത് ചെയ്താലും അതെല്ലാം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുപക്ഷെ വോട്ട് ചെയ്യുമായിരിക്കും. ഇനി പിന്നെ ഉണ്ടാവുന്ന ഇവർക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം, അയ്യോ കോൺഗ്രസിൽ അങ്ങ് തമ്മിത്തല്ല കേട്ടോ, ആര് മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ അവിടെ ഇപ്പോഴും അടിയാണ്. അവിടെ രമേശ് ചെന്നിത്തല ഒരു സൈഡിലുണ്ട്, VD സതീശൻ മറ്റൊരു സൈഡിലുണ്ട്. ഇനി അങ്ങ് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ വരാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ടെലിവിഷൻ ചാനൽ, അതിലെ പ്രമുഖ അവതാരിക, ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ഒരു അവതാരിക, KC വേണുഗോപാല് കേരളത്തിലെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ്, KC വേണുഗോപാൽ അങ്ങനെയാണ്, KC വേണുഗോപാൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയപ്പോ എന്താ പ്രശ്നം? KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആയിക്കൂടെ? KC വേണുഗോപാലിന് മാത്രമല്ല, നാളെ ഈ നാട്ടിൽ വോട്ടവകാശമുള്ള ഏതൊരു മനുഷ്യനും മുഖ്യമന്ത്രി ആവാനുള്ള അവകാശമുണ്ട്. അതിന് കഴിവുണ്ടെങ്കിൽ, അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ, അതിൽ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായ ഏതാണ്ട് പറ്റി പോവോ? നാളെ കോൺഗ്രസ് UDF അധികാരത്തിൽ വരുമ്പോ UDF അങ്ങ് തീരുമാനിക്കുകയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവട്ടെ, എന്താ പ്രശ്നം? കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ വന്നിരുന്നു MLA ആയും MP ആയും മന്ത്രിയായും കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തെ പോസ്റ്റുകളിലേക്കൊക്കെ എത്തിച്ചേർന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള ഈ അവകാശം ഇല്ലേ? ഇല്ലേ ഹർഷേ? ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില മാധ്യമങ്ങളിലും പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട്, കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസ് A ഗ്രൂപ്പും I ഗ്രൂപ്പും KC വേണുഗോപാലിനെതിരെ തിരിയുന്നു എന്ന് പറഞ്ഞിട്ട്. അത്തരത്തിലൊരു വാർത്ത വരുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ എങ്ങനെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുമെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും? A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഒന്നും ഇല്ല. A ഗ്രൂപ്പിലെ പ്രമുഖന്മാരല്ല ഇപ്പൊ KC വേണുഗോപാൽ ഗ്രൂപ്പിലാ. ഗ്രൂപ്പ് സംവിധാനത്തിലൊക്കെ ഇവിടെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിച്ചപ്പോൾ നമ്മൾ കണ്ടതല്ലേ. ഒത്തൊരുമിച്ച് ചെയ്തിട്ട് പോയിട്ടേക്കാളോ ഗ്രൂപ്പ് സംവിധാനമൊക്കെ പൊളിഞ്ഞു. ഇവിടുത്തെ പ്രമുഖന്മാര് പലരും ഇന്ന് KC വേണുഗോപാൽ വിഭാഗത്തിലാണ്. KC വേണുഗോപാലാണ് ഡിസിഷൻ മേക്കർ. അപ്പോ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെതായ സാഹചര്യത്തിനനുസരിച്ച് ആ പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണ്ടാത്തതാണ്. ഇപ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ? സാഹചര്യമുണ്ടോ? സാഹചര്യമുണ്ട്. VD സതീശന് സാഹചര്യമുണ്ടോ? സാഹചര്യമുണ്ട്. KC വേണുഗോപാലിന് സാഹചര്യമുണ്ടോ? സാഹചര്യമുണ്ട്. പക്ഷെ ഇതിനൊക്കെ വേണ്ടത് എവിടെയാണ്? ആദ്യം അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ചോദിച്ചു ഓരോ ജില്ലയിലും 4 സീറ്റുകൾ അധികം വെച്ച് എങ്ങനെ ഇവർക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും? പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. നോക്കൂ, ഇപ്പൊ നിലവില് MP മാരായിരിക്കുന്ന 6ഓളം പേർ നിയമസഭയിലേക്ക് മത്സരിക്കും. 100% അവർ മത്സരിക്കും. കാരണം കേന്ദ്രത്തില് ഇപ്പോ അധികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡു ഓർ ഡൈ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു.
കേരളത്തില് പിന്നെ എങ്ങനെയും അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി MP ആയിരുന്ന, ഇന്ന് പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന കേരളമാണ്. അപ്പൊ കേരളത്തിൽ അധികാരത്തിൽ എത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും ആവശ്യമായി അഭിമാന മാറുമ്പോൾ പ്രശ്നമാണ്. അത് അഭിമാന പ്രശ്നമായി മാറും. ഇപ്പൊ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണ്. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിച്ച് ഉറപ്പായിട്ടും ജനീഷ് കുമാർ പരാജയപ്പെടും. അവിടെ വലിയ കോമ്പറ്റീഷൻ നടക്കും. കോന്നിയുടെ മണ്ണില് അടൂർ പ്രകാശിനുള്ളിടത്തോളം സ്വാധീനം മറ്റൊരാൾക്കും ഇല്ല. ആ സീറ്റ് പിടിക്കാൻ സാധിക്കും. ബെന്നി ബെഹനാന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ ആയിട്ട് പിന്നെ സ്ഥാനാർത്ഥിയായാൽ ഉറപ്പായിട്ടും ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഷാഫി പറമ്പിൽ MP ക്ക് കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാട് തന്നെയോ വീണ്ടും മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കുക. അതിന്റെ ഒരു തരംഗം മറ്റു ജില്ലകളിൽ കൂടി മറ്റു മണ്ഡലങ്ങളിൽ കൂടി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെ 10-35 വർഷമായിട്ട് MP ആയിരിക്കുകയാണ്. അവർക്കും ആഗ്രഹം ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ ഒന്ന് കളിക്കണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടൂര് പോലെയുള്ള മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലമുണ്ട്. ഇപ്പൊ സംവരണ മണ്ഡലം വേണമെന്നില്ല, എങ്കിൽ പോലും ഞാൻ പറയാണ്, ഈ അടൂര് മണ്ഡലം പണ്ട് ഇദ്ദേഹം MP ആയിരുന്ന മണ്ഡലമാണ്. MG കണ്ണൻ കഴിഞ്ഞ തവണ മത്സരിച്ചാണ്. MG കണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും അടൂരില് കൊടുക്കുന്ന സുരേഷ് മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് 5-6 സ്ഥാനാർത്ഥികൾ കെ സുധാകരൻ മത്സരിച്ച് കണ്ണൂർ മത്സരരംഗത്ത് ഇറങ്ങിയാൽ കണ്ണൂർ സീറ്റ് ഉറപ്പായിട്ടും കോൺഗ്രസിന് ലഭിക്കും. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും, ഉപതെരഞ്ഞെടുപ്പ് വരും. അത് പിടിക്കാനുള്ള സാഹചര്യം, അതിനുള്ള പരിപാടിയൊക്കെ ആർക്കറിയാം? UDF-ന് അറിയാം. അതുപോലെ അബിൻ വർക്കിയെ പോലെയുള്ള നല്ല നേതാക്കന്മാർ, കോൺഗ്രസിന്റെ രണ്ടാം നിരയിലും മുൻനിരയിലും ഒക്കെ നിൽക്കുന്ന ജിൻഡോ ജോണിനെ പോലെ, വസന്തിനെ പോലെ, BRM ഷഫീറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നല്ല ആളുകളുണ്ട്. ജ്യോതികുമാർ ചാമക്കാലെ പോലെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ പല സീറ്റുകളിൽ മത്സരിക്കുന്നു. 140 മണ്ഡലങ്ങൾ. KM അഭിജിത്തിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ, അവരൊക്കെ പലയിടങ്ങളിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു വലിയ മാറ്റത്തിന്റെ തരംഗമായി മാറും എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങള് പിണറായി വിജയനെ കണ്ട്, പണ്ട് ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദനെ കണ്ട് വോട്ട് ചെയ്തതുപോലെ ഈ പിണറായി വിജയനെ കണ്ട് അങ്ങ് വോട്ട് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതൊന്നും കേരളത്തിൽ നടപടിയാവുന്ന വിഷയമേ അല്ല. കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായ മാറ്റമാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെയോ അല്ലെങ്കിൽ സുകുമാരൻ നായരെയോ കൂട്ടുപിടിച്ചതുകൊണ്ട്, NSSന്റെയും SNDPയുടെയോ വോട്ട് കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കുന്നതല്ല. അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നതെന്ന് പറയുന്ന വർഗീയ ഭാഷ്യം ചമച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിനൊപ്പം നിൽക്കാൻ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് തയ്യാറുണ്ടെങ്കിൽ UDF അധികാരത്തിലെത്തും. അതിന് ഏത് വലിയ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ TV മാത്രം നേരിട്ടാൽ പോരാ, കൈരളി TV മാത്രം നേരിട്ടാൽ പോരാ, ഒട്ടുമിക്ക മാധ്യമങ്ങളെ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ആ വാർത്ത കണ്ട, ആ ക്ലിപ്പിംഗ് കണ്ടപ്പോ എന്താണെന്നേ, ഇപ്പൊ അവര് ഒരു വലിയ വിവരം ഷെയർ ചെയ്യുന്ന പോലെ ചെയ്യാണ്. പക്ഷെ KC വേണുഗോപാൽ വന്ന ഏതാണ്ട് മോശം ആണെന്നുള്ള രീതിയിലാണ് ഈ സംസാരം. അതിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ടറിയാം, കേരളത്തിൽ വരുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം സംഭവിച്ചിരിക്കുന്നു. അതിന് പല പ്രശ്നങ്ങൾ എവിടെ തുടങ്ങണമെന്ന് അറിയാതിരിക്കുമ്പോ അയ്യപ്പൻ തന്നെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, ഒരു വാർത്ത കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അയ്യപ്പന്റെ തന്നെ മുതൽ കട്ടവന്മാരെ അയ്യപ്പൻ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളതാണ്.